ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ടു ലളിതം സുന്ദരം. ഈ മത്തങ്ങ കണ്ടോ? ഇത് കാണുമ്പോൾ എനിക്ക് പണ്ട് പഠിച്ച സിൻഡ്രല്ലയുടെ കഥ ഓർമ്മ വരും. സിൻഡ്രല്ല മത്തങ്ങയിലാണല്ലോ സ്വയംവരത്തിന് പോയത്. നമ്മൾ സാധാരണ മത്തങ്ങ ഓലൻ, മത്തങ്ങയും പയറും കൂടിയിട്ടുള്ള എരിശ്ശേരി, മത്തങ്ങ മുളൂഷ്യം, മത്തങ്ങ മോരൊഴിച്ചത് എന്നിങ്ങനെ മത്തങ്ങ ഹൈലൈറ്റ് ചെയ്തിട്ട് പല പല കറികൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഇതിപ്പോൾ വീട്ടിലുണ്ടായ മത്തങ്ങയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ പോലെ വിഷത്തിൽ മുക്കിയെടുത്തതൊന്നുമല്ല. അപ്പോൾ തീർത്തും ഓർഗാനിക്കായിട്ടുള്ളൊരു വിളവ്. സോ വ്യത്യസ്തമായിട്ട് മത്തങ്ങ തോരനൊന്നും ഉണ്ടാക്കിയാലോ എന്ന ചിന്ത എന്നിലുണ്ടായി. മത്തങ്ങ കൊണ്ടുള്ള തോരൻ. കാരണം ഈ മത്തങ്ങ ഞാനിങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ വെന്തുടയണമൊന്നുമില്ല. സാധാരണ ചില മത്തങ്ങയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ വെന്തുടഞ്ഞങ്ങനെ പായസം മാതിരി ആവാറുണ്ട്. ഇതിപ്പോൾ വീട്ടിലുണ്ടായതാണ്. അത് ഇനി ചില വിത്തിൻ്റെ പ്രത്യേകതയാണോയെന്ന് അറിയില്ല. ഇതിങ്ങനെ വെന്തുടയാത്ത മത്തങ്ങയാണ്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയത് ഇതുകൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും. അങ്ങനെ ഇത് വെള്ളത്തിലിട്ടിട്ട് വേവിക്കരുത്. നമ്മൾ മത്തങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, അതായത് ചെറിയ ചെറിയ ക്യൂബാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് സ്റ്റീമർ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയ ഈ മത്തങ്ങ അതിലിട്ടിട്ട് ആവി കയറ്റിയിട്ട് ഒരു 2-3 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. പിന്നെ നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ കടുക് വറുത്ത്, തേങ്ങ, പച്ചമുളക് കീറിയത്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയിട്ട് മത്തങ്ങ കഷ്ണങ്ങൾ അതിലിട്ടിട്ട് ഉടയാതെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ സംഗതി നല്ല മനോഹരമാണ് കാഴ്ചയിൽ. ഇനി അതിൻ്റെ രുചി ഒന്ന് അറിയണമല്ലോ. വലിയ പ്രതീക്ഷയോടെ നല്ല രുചിക്കുന്നത്. കഴിച്ചപ്പോൾ ആഹാ നല്ല രുചി. നമ്മൾ ഈ പൊട്ടറ്റോ എണ്ണയിലിങ്ങനെ വേവിച്ചെടുക്കില്ലേ, വെള്ളമൊഴിക്കാതെ സബോളയൊക്കെ ഇട്ടിട്ട് വഴറ്റി മസാലകളൊക്കെ ഇട്ട് വഴറ്റി അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഉണ്ടല്ലോ, ആ ഒരു രുചിയാണ്. പിന്നെ അതുപോലെ നല്ല മയമുള്ള പപ്പായ മെഴുക്ക് പുരട്ടിയാൽ നല്ലൊരു സ്വാദുണ്ടാവില്ലേ, ആ ഒരു സ്വാദും തോന്നി. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും അതേപോലെ ഫാമിലി സർക്കിളിലും ഒക്കെ പറയാറുണ്ട്, മലയാളികൾക്ക് കൃഷി ചെയ്യാൻ മടിയാണ്, തമിഴന്മാരുടെ പച്ചക്കറി പൈസ കൊടുത്ത് വാങ്ങുന്നു, അതിലുള്ള പെസ്റ്റിസൈഡ്സൊക്കെ നമ്മുടെ ആരോഗ്യം തകർക്കുന്നു എന്നൊക്കെ. പക്ഷേ കൃഷിക്കാരുടെ ലോജിക്ക് കേൾക്കൂ. വിഷമടിക്കാതെ വിളവുണ്ടാകില്ല. കീടങ്ങളൊക്കെ കൃഷി നശിപ്പിക്കുമല്ലോ, അപ്പോൾ വിളവുണ്ടാവില്ല. അതുപോലെ മാർക്കറ്റിൽ വിറ്റ് ഉപജീവനം നടത്തുമ്പോൾ ആവശ്യമായിട്ടുള്ള വിളവ് വേണം. അത് കേടാകാതെ ഇരിക്കുകയും വേണം കുറേ കാലം. അപ്പോൾ അതിന് മരുന്നടിച്ചല്ലേ പറ്റൂ. അതുപോലെ ഫ്ലാറ്റുകളിലും റെൻറ്റഡ് ഹൗസുകളിലും ഒക്കെ താമസിക്കുന്നവർക്ക് ടെറസിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. ഉദ്യോഗസ്ഥ ദമ്പതിമാർ മാത്രമുള്ള വീടാണെങ്കിൽ അവർക്കിതിന് സമയവുമില്ല. ഇത് കൃത്യമായി നനയ്ക്കാനും കൃത്യമായി വിളവെടുപ്പ് നടത്താനും ഒക്കെ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ ഭൂമിയുള്ളവർക്കും സ്വന്തമായി വീടുള്ളവർക്കും പച്ചക്കറികൾ നടാം. പക്ഷെ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത എന്നറിയോ? ഈ വിളവ് ഭയങ്കരമായിരിക്കും. ഇങ്ങനെ അടുപ്പിച്ച് വിളവ് വരും. എന്നാൽ നമ്മൾ മാർക്കറ്റിൽ അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ യാതൊരു വിലയുമില്ല. അങ്ങനെ കൃഷിക്കാരുടെ മനസ്സ് മടുക്കുകയാണ്. സാധാരണ നമ്മളൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്നവരുടെ. എന്നാലും ഒരു മുറം പച്ചക്കറി പദ്ധതിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി കിട്ടും. അല്ലാത്തവർ തമിഴ്നാട്ടിലെ വിഷപ്പച്ചക്കറി കഴിക്കുകയേ നിവൃത്തിയുള്ളൂ. ഇപ്പം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നത് ഈ പെസ്റ്റിസൈഡ്സ് അടിച്ച പച്ചക്കറികളിലെ, അതുപോലെ ഗ്രെയിൻസിലടിച്ച മരുന്നുകൾ, ഇതൊക്കെ കൊണ്ടാണ്. ഒരു അസുഖം മാറുമ്പോൾ മറ്റൊന്നായിട്ട് മാറും. ഈ കഴിക്കുന്ന മരുന്നുകളും, തൈറോയിഡ് മരുന്ന് കഴിക്കുന്നവർക്ക് ഷുഗർ വരുന്ന പോലെയാണത്. അതേപോലെ എല്ലാവരും. പക്ഷേ ഇവർ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് കൊടുക്കുള്ളൂ. അപ്പോൾ നാട്ടിൽ താമസിക്കുന്നവരുടെ ഗതിയാണ് ഇങ്ങനെ. നമുക്കാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത്. അപ്പോൾ കഴിയുന്നതും ഇനിയുള്ള തലമുറ ജൈവ കൃഷി വികസിപ്പിക്കാനുള്ള ടെക്നോളജി കണ്ടെത്തണം. അങ്ങനെ കുറേ യുവാക്കൾ മുന്നോട്ട് വരട്ടെ. അതുമാത്രമല്ല,
എല്ലാവരും ഈ മത്തങ്ങ തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒപ്പം പപ്പടം കാച്ചിയതും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ അത് മതി ഊണ് കഴിക്കാൻ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.